ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. അൽ മഫ്ഹൂമു, ഒരു ലഫ്ദിന്റെ മാന. ഇനിംതനഅ, അസംഭവ്യമായാൽ. ഫർളു സിദ്ഖിഹി, അത് സാദിഖാവലിനെ തഖ്ദീർ ചെയ്യൽ. ആ ലഫ്ദിന്റെ അർത്ഥം പറയാൻ പറ്റുക, ആ പറയാൻ പറ്റുന്നൊരവസ്ഥ ഇല്ല, പറ്റൂല. അലാ കഥീരീന, പലതിൻ്റെ മേൽ, പലതിനെ കുറിച്ച് പറയാൻ പറ്റൂല, അത് മുഹാല, സംഭവമാണ്. ആ അവസ്ഥയിലാണ് ഒരു ലഫ്ദിന്റെ മഫ്ഹൂമെങ്കിൽ, മാനയെങ്കിൽ ഫജുസ്ഇയ്യുൻ, അത് ജുസ്ഇയ്യ. സയ്യിദ് എന്ന പദം ആ മുഅയ്യനായ വ്യക്തിക്ക് നിശ്ചയിച്ചതാണ്. അത് പലതിന് പറയാൻ പറ്റൂല. ആ സയ്യിദ്, സായും യാവും ദാലും കൂടിയ ആ ഒരു പദം ആ വ്യക്തിയെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ അത് ജുസ്ഇയ്യ. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പലതിന് പറയാൻ പറ്റൽ അസംഭവ്യമാവുക എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അസംഭവ്യമല്ല, സാധ്യത ഉണ്ട്. പലതിന് പറയൽ തഖ്ദീർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ള വിധത്തിലാണ് അതിന്റെ അർത്ഥമെങ്കിൽ ഇപ്പൊ കുല്ലിയുൻ, അത് കുല്ലിയാണ്. കുല്ലിയാകുമ്പോൾ അത് പല രൂപത്തിൽ വരും. ആ കുല്ലിയെ, ആ മാന പലതിന് പറയാൻ പറ്റുന്ന ഒരു സാധ്യതയിലാണെങ്കിൽ ആ പലത് അതിന്റെ അഫ്റാദാണ്. അപ്പൊ ഇൻസാൻ എന്നൊരു കുല്ലിയ, കാരണം അതിന്റെ മാന ഹൈവാനാത്തുക്ക് എന്ന മാന പലതിന് പറയാൻ പറ്റും, തടസ്സമില്ല. സെയ്ദിനെ കുറിച്ചും പറയാം, അമറിനെ കുറിച്ചും പറയാം, ബക്കറിനെ കുറിച്ചും. അപ്പൊ ഈ സെയ്ദ്, അമർ, ബക്കർ, ഖാലിദ് തുടങ്ങിയ ഇതൊക്കെ അതിന്റെ അഫ്റാദാണ്. ഈ അഫ്റാദുകൾ മൗജൂദ് ആവണം എന്നില്ല. ഇംതനഅത് അഫ്റാദുഹു, ആ അഫ്റാദ് ഉണ്ടാവൽ ചിലപ്പോ മുഹാലായിരിക്കും. അപ്പൊ അസംഭവ്യമായ അഫ്റാദ്, ആ അഫ്റാദിനെ മേലിൽ ഇത് സാദിഖാകുക എന്ന കാര്യം മുഹാലില്ലതാണ്. ആ വിധത്തിൽ വരാം. ഔ അംകനത്, അല്ലെങ്കിൽ അഫ്റാദിന് ഇംകാനുണ്ട്, മുഹാലല്ല. പക്ഷെ ഇംകാൻ, സാധ്യത ഉണ്ടെങ്കിലും ഉണ്ടോ ഇല്ലേ, ഉണ്ടോ ഇല്ലേ, വലം തൂജത്, എത്തിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സാധനം മൗജൂദാകുന്നില്ല, എന്നാൽ ഉണ്ടാവാനുള്ള സാധ്യതയിൽ നിൽക്കുന്നു. അങ്ങനെയും അഫ്റാദ് വരാം. അപ്പൊ കുല്ലിന്റെ അഫ്റാദിന്റെ വ്യത്യസ്ത അവസ്ഥകളാണ് പറയുന്നത്. ചിലപ്പോ ഇംകാനുള്ളതോടുകൂടി ഉജിദൽ വാഹിദ് ഫഖത്ത്, ഒന്ന് മാത്രം ഉണ്ടായേക്കും, രണ്ടാമത്തെ ഒന്ന് മൗജൂദായിട്ടില്ല. പലതും ഉണ്ടാകുന്നതിന് തടസ്സമൊന്നുമില്ല. മാ ഇംകാൻ ഗൈരി, വേറുള്ളത് ഉണ്ടാവാനുള്ള ഇംകാൻ. ആ മുംകിനാകുമ്പോൾ തന്നെ ഒന്നും മൗജൂദാവാതിരിക്കാം, ഒന്ന് മാത്രം മൗജൂദാവാം. ആ ഒന്ന് മാത്രം മൗജൂദാകുമ്പോൾ തന്നെ മറ്റുള്ളതിന്റെ വുജൂദ് മുംകിനാവാം, ഔ ഇംതിനാഇഹി, അല്ലെങ്കിൽ അത് മുഹാലാവാം. അവിൽ കസീറു, അല്ലെങ്കിൽ കസീറും മൗജൂദായി. കസീർ മൗജൂദാകുമ്പോൾ തന്നെ രണ്ടവസ്ഥ. ആ കസീർ മുത്തനാഹി അല്ലേ, മഅത്തനാഹി, ആ കസീറിന് ഒരു പരിധി ഉണ്ട്, നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയും. ആ വിധത്തിലാവാം. ഔ അദമിഹി, അല്ലെങ്കിൽ നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയാത്ത വിധം ആവാം. ഈ രൂപത്തിലൊക്കെ കുല്ലിയ വരും. നമുക്ക് ശർഹ് നോക്കാം. മഫ്ഹൂമിന് നമ്മൾ അർത്ഥം വെച്ചത് ഒരു ലഫ്ദിന്റെ മാന.
ഖൗലുഹു അൽ മഫ്ഹൂമു, മഫ്ഹൂമ് ലഫ്ളിന്റെ മാനക്കാണ് നമ്മൾ മഫ്ഹൂം എന്ന് പറയുന്നത്. അർത്ഥം, ഒരു ലഫ്ളിന്റെ അർത്ഥം മാന എന്നൊക്കെ പറഞ്ഞാൽ ഐ മാ ഹസല ഫിൽ അഖലി, അഖലിൽ ഹാസിലാകുന്നത്. അഖലിൽ ഹാസിലാവണമെന്നില്ല, അഖലിന്റെ ഇന്ദൽ അഖലി ഹാസിലായാലും മതി. അഖലിന്റെ അടുത്ത് ഹാസിലാകാവുന്നത്, കൃത്യമായി അഖലിൽ ഹാസിലാകുന്നത് എന്നർത്ഥം പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഇവിടെ ജുസിയിനെ കുറിച്ചും കുല്ലിയിനെ കുറിച്ചും മൊത്തത്തിൽ പറയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഏതെല്ലാം കുല്ലിയുണ്ട് ഏതെല്ലാം ജുസിയുണ്ട് എന്ന് വേർതിരിക്കുകയാണ്. അപ്പൊ ജുസിയും കുല്ലിയും എല്ലാം ഉൾപ്പെടുത്തുന്ന മഫ്ഹൂമിനെ കുറിച്ചാണ് പറയുന്നത്. അഖലിൽ ഹാസിലാവൽ കുല്ലിയ മാത്രമേ ഉള്ളൂ, ജുസിയാത്ത് അഖലിൽ ഹാസിലാകൂല, അത് ഹവാസിലെ ഹാസിലാവുള്ളൂ. അപ്പൊ ഹവാസ് കൊണ്ട് ഇദ്റാക്ക് ചെയ്യുന്ന ജുസിയായ കാര്യങ്ങൾ ഇന്ദൽ അഖലി ഹാസിലാകും. അതാണ് ഈ ഫിൽ അഖലിയും ഇന്ദൽ അഖലിയും വ്യത്യാസം. ഇന്ദൽ അഖലി ആകുമ്പോൾ അതിൽ ജുസിയാത്തും കുല്ലിയാത്തും ഒക്കെ പെടും. അതേ സമയത്ത് ഫിൽ അഖലി ആകുമ്പോൾ കുല്ലിയാത്ത് മാത്രമേ ഉൾപ്പെടുള്ളൂ. അപ്പൊ മാ ഹസല ഫിൽ അഖലി എന്ന് പറഞ്ഞാൽ ഇന്ദൽ അഖലി ഹാസിലാകാവുന്നത് എന്നർത്ഥം മനസ്സിലാക്കണം. അങ്ങനെ ആ ലഫ്ളിനാൽ മനസ്സിൽ ഹാസിലാകുന്ന സംഗതി, അത് ആ ലഫ്ള് അറിയിക്കുന്നതാണ് എന്ന നിലക്ക് അതിന് മദ്ലൂല് എന്ന് പറയും. ആ ലഫ്ളിനാൽ മനസ്സിലാക്കപ്പെടുന്നതാണ് എന്ന നിലക്ക് അതിന് മഫ്ഹൂമ് എന്ന് പറയും. ലഫ്ളിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന നിലക്ക് അതിന് മാന മഖ്സൂദ് എന്നൊക്കെ പറയും. ഇതൊക്കെ സംഭവം ഒന്ന് തന്നെയാണ്. ഈ എത്തിബാരി ഫർഖുകളെ ഉള്ളൂ. വഅലം, നീ അറിയേ അന്നമാ യുസ്തഫാദു മിനൽ ലഫ്ളി, ഒരു ലഫ്ളിൽ നിന്നും നേടിയെടുക്കപ്പെടുന്ന സംഗതി, ബിഇതിബാരി അന്നഹു ഫുഹിമ മിൻഹു, ആ ലഫ്ളിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടത് എന്നുള്ളവർക്ക് യുസമ്മ, അതിന് മഫ്ഹൂമ് എന്ന് പറയും. ഫഹിമന്റെ ഇസ്മുഫൂല്. വബിഇതിബാരി അന്നഹു ഖുസിദ മിൻഹു, അതിനാൽ മഖ്സൂദായത് ഉദ്ദേശിക്കപ്പെട്ടത് എന്നൽക്ക് യുസമ്മ, അതിന് മാന മഖ്സൂദ് എന്നൊക്കെ പറയും. വബിഇതിബാരി അന്നൽ ലഫ്ള ദാലുൻ അലൈഹി, ലഫ്ള് അതിനെ അറിയിക്കുന്നു എന്നൽക്ക് യുസമ്മ, അതിന് പറയപ്പെടും മദ്ലൂലൻ, മദ്ലൂല് എന്ന് പറയും. ഏതായാലും ഈ മാന, മഫ്ഹൂമ്, മദ്ലൂല്, മഖ്സൂദ്, അത് ഇനിന്തനഅ ഫർദു സിദ്ഖിഹി, അതിനെ പറയാൻ പറ്റൽ മുഹാലായാൽ ഫർദു സിദ്ഖിഹി എന്ന ഖൗല്. ഫർള് സങ്കൽപ്പിക്ക, സങ്കല്പം രണ്ട് നിലക്കുണ്ട്. ഒന്ന് അഖൽ അംഗീകരിക്കും വിധത്തിലുള്ള സങ്കല്പമുണ്ട്, മറ്റേത് അഖൽ അംഗീകരിക്കാത്ത സങ്കല്പം. അപ്പൊ ഈ ഭൂമി എല്ലാം കൂടി സ്വർണ്ണാണെന്ന് സങ്കല്പിക്കുക, നമ്മൾ പറയല്ലോ സ്വർണ്ണാണ്, എന്നിട്ട് വേറെന്തോ പറയാൻ വേണ്ടിയിട്ട്, അത് വെറും ഒരു സങ്കല്പം, അഖൽ അംഗീകരിച്ചിട്ടില്ല. അതേ സമയത്ത് സാധ്യത അംഗീകരിക്കപ്പെടുന്ന സങ്കല്പങ്ങളുണ്ട്. ഇവിടെ ഫർദിന്റെ അർത്ഥം എന്താണ്? അൽ ഫർദു ഹാഹുന ബിമാന തജ്വീസുൽ അഖൽ, അഖൽ അംഗീകരിക്കുക, ആ അർത്ഥത്തിലുള്ള സങ്കല്പമാണ്. അതല്ലാതെ ല തഖ്ദീറു, വെറും ഒരു തഖ്ദീർ എന്ന അർത്ഥത്തിനല്ല. കാരണം ആ അർത്ഥത്തിനാണെങ്കിൽ അല്ല, പലതിന്റെ മേലിൽ പറയാൻ പറ്റലിനെ സങ്കല്പിക്കുക, ആ സങ്കല്പിക്കൽ മോഹാലൊന്നുമില്ലല്ലോ. ഇപ്പൊ സെയ്ദ് എന്നുള്ളത് പലതിന്റെ മേലും പറയാൻ പറ്റും എന്ന് സങ്കല്പിക്കുക, അങ്ങനെ ആ ഒരു മുജറദ് സങ്കല്പിക്കലാണെങ്കിൽ അപ്പൊ ആ ജുസിയായിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് അഖൽ അംഗീകരിക്കുക എന്ന അർത്ഥത്തിലുള്ള ആ ഫർദാണ്. ഫഇന്നഹു, ഈ വെറും ഒരു തഖ്ദീർ എന്നർത്ഥം, ലാ യസ്തഹീലു, അത് മുഹാലൊന്നുമില്ല. ലാ യസ്തഹീലു തഖ്ദീറു സിദ്ഖുൽ ജുസിയി, ജുസിയായ ഒരു മാന സാദിഖാവിനെ സങ്കല്പിക്കൽ മുഹാലൊന്നുമില്ല. ലാ കസീരീന, പലതിന്റെ മേലില്. അപ്പോ പലതിന്റെ മേലിൽ അവിടെയും സങ്കല്പിക്കാൻ പറ്റും. ഏത് അസംഭവങ്ങളും ആ അർത്ഥത്തിൽ സങ്കല്പിക്കാൻ പറ്റും. അത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അഖൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു സങ്കല്പം, അതിന്റെ സാധ്യത, ആ സാധ്യത ഉണ്ടോ ഇല്ലേ
ഇല്ല, പലതിന് സാധിക്കാവുന്ന ആ സാധ്യത തീരെ ഇല്ലെങ്കിൽ അത് ജുസ്ഇയാണ്. അല്ല, പലതിന് സാധിക്കാകുന്നതിന് തടസ്സമില്ലെങ്കിൽ അത് കുല്ലിയും ആണ്. അപ്പൊ കുല്ലിയാകുമ്പോഴുള്ള പല രൂപങ്ങളാണ് ഇംതനാത്ത് അഫ്റാദുഹു. അതിലൊന്ന് ഖൗലുഹു ഇംതനാത്ത് അഫ്റാദുഹു, അഫ്റാദ് മുഹാലാവുക. അതിന് ഉദാഹരണം പറയുന്നത് ശരീക്കിൽ ബാരി താല, അള്ളാഹു താലാന്റെ ശരീക്ക്. അള്ളാഹുവിനൊരു ശരീക്ക് ഉണ്ടാകുക എന്നത് ഉണ്ടാവൽ മുഹാല, അസംഭവമാണ്. എന്താ അതിന്റെ മാന? ശരീക്കുൽ ബാരി എന്നാൽ മാന എന്താണ്? അള്ളാഹുവിന്റെ പങ്കുകാരൻ. ആ മാന ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പങ്കുകാരൻ പലതിന് ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഉണ്ടാവൽ അസംഭവം തന്നെയാണ്, ശരിയാണ്. ഉണ്ടെങ്കിൽ ആ പലതിനും ശരീക്ക് എന്ന പദം പ്രയോഗിക്കുന്നതിന് വിരോധമില്ലല്ലോ. അത് നമ്മൾ അക്കൽ അംഗീകരിക്കണില്ലേ? അള്ളാഹ്ക്ക് ഒരു ശരീക്ക് ഉണ്ടാവൽ മുഹാൽ, ശരി, അസംഭവമായി ഉണ്ടാവില്ല. ഇനി അവിടെ ആ അസംഭവങ്ങള് ഏത് ഉണ്ടാവൽ അസംഭവ്യമായ സംഗതി, ലാത്ത ഉസ്സ മനാത്ത ഏതാണെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ ശരീക്കുകളാണെങ്കിൽ അതിന് ആ ശരീക്ക് എന്ന മാന അതിനെ കുറിച്ചൊക്കെ സാധിക്കാകുമല്ലോ. അത് മൗജൂദാണോ അല്ലേ എന്നതാണ് വേറെ പ്രശ്നം. സാദിഖാകുന്നതിന് തടസ്സമില്ലല്ലോ, ഇല്ല. അപ്പൊ അത് ശരീക്കുൽ ബാരി എന്ന പദം കുല്ലിയ. അതിന്റെ അഫ്റാദുകൾ മൗജൂദാകുന്ന വിഷയത്തിൽ ഇല്ല, സംഭവിക്കാത്ത സംഗതിയുമാണ്. അഫ്റാദിന്റെ വുജൂദിലാണ് ഇവിടെ ഇംതിനാ ഉള്ളത്, മുഹാലുള്ളത്. ആ അഫ്റാദിനെ കുറിച്ച് ഈ പദം പറയാൻ പറ്റോ ഇല്ലേ എന്ന സംഗതി, ഈ പദത്തിന്റെ അർത്ഥം പരിഗണിച്ച അർത്ഥം പറയാൻ പറ്റോ ഇല്ലേ എന്ന സംഗതി, അത് മുംകിനുമാണ്. പിന്നെ അതിന്റെ വിപരീതം പറയുന്നു ഔ അംകനത്ത്, അല്ലെങ്കിൽ അഫ്റാദ് ഇംകാനുണ്ട്. അഫ്റാദിന് ഇംകാനുണ്ട് എന്ന് പറയുന്നതും നേരത്തെ അഫ്റാദ് മുംതനിയാണ് എന്ന് പറയുന്നതും തമ്മില് നേരെ മുഖാബിലയാണോ? ഇംകാൻ എന്ന് പറഞ്ഞാല് ഇംകാൻ ആമുണ്ട്, ഇംകാൻ ഖാസും ഉണ്ട്. മുവജ്ജഹായ ഖദിയന്റെ അവിടെ പറയും മുംകിന ആമ്മ, മുംകിന ഖാസ. ഇവിടെ മുംകിന ആമ്മയാണോ ഉദ്ദേശിക്കുന്നത്, അല്ല മുംകിന ഖാസാണോ ഉദ്ദേശിക്കുന്നത്? മുംകിന ആമ്മ ആണെങ്കിൽ മുഖാലിഫായ ജാനിബിൽ വെറൂറത്തില്ല. അപ്പൊ ഒരു ജാനിബിൽ വെറൂറത്തില്ല. ഒരു ജാനിബിൽ വെറൂറത്തില്ലെങ്കിൽ അതിന്റെ വിപരീത ജാനിബിൽ ഇംകാൻ വരും. മറ്റേ ജാനിബിലോ അത് ഇംകാനോ ഇംതിനാവോ എന്തും ആവാം. അപ്പോ ഇംതിനാ ഉള്ളോട് തന്നെ മുംകിന ആമ്മ സാദിഖാകുന്നതിന് തടസ്സമില്ല. പരസ്പരം തഖാബുലായി വരുന്നില്ല, എതിരായി വരുന്നില്ല. അപ്പൊ ആ മുംകിന ആമ്മ ഉദ്ദേശിക്കാൻ പറ്റില്ലല്ലോ. ഉദ്ദേശിച്ചാൽ ഇംതിനാഇന്റെ നേരെ മുഖാബലിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റൂല്ലോ. കാരണം ഇംതിനാഇന്റെ ഒരു വകുപ്പിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഇംകാന് വരാം. മുംകിന ആമ്മ ആണെങ്കിൽ ഒരു ജാനിബിലല്ലേ ദൂറത്തിനെ സെൽബയ്യുള്ളൂ. അല്ല, രണ്ട് ജാനിബിനെയും ദൂറത്തിനെ സെൽബയ്യുന്ന അതാണെങ്കിൽ ആ മുംകിന ഖാസ, ആ അർത്ഥം ഇവിടെ വെക്കാൻ പറ്റൂല. കാരണം വാജിബ് തആലയും ഈ പരിധിയിൽ വരുന്നുണ്ട്. കാരണം മുംകിന ഖാസ എന്ന് പറഞ്ഞാൽ രണ്ട് ജാനിബിലും ദറൂറത്തില്ല എന്നാണ്. എന്നാൽ വാജിബ് തആല അങ്ങനെയല്ലല്ലോ, ഉണ്ടാവൽ ദറൂറത്താണല്ലോ. രണ്ട് ജാനിബിലും കൂടി ദറൂറത്തിന് സെൽബ് ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ വാജിബ് തആല ഇതിൽ പെടാതെ പോകും. ഈ രണ്ട് ഇസ്കാലിനുള്ള പരിഹാരം അർത്ഥം ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഇംതനഅത് അഫ്റാദുഹു, അഫ്റാദ് മുഹാലാവുക. അഫ്റാദ് മുഹാലാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അഫ്റാദും ഒരു ഫർദ് മുഹാലാവുക എന്നല്ല, ജമീഉൽ അഫ്റാദ് മുഹാലാവുക. അതിലാണ് ശരീക്കുൽ ബാരി ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ ഫർദ് പോലും മുംകിനായിട്ടില്ല, ഒരൊറ്റ ഫർദ് പോലും മുംകിനായിട്ടില്ല.
അഫ്രാദ് എന്ന ജമ്മിനെയാണല്ലോ ഇതാഫത്ത് ചെയ്തിട്ടുണ്ട് മാരിഫയിലേക്ക്. അപ്പോ ആ ജമീലിന്റെ അർത്ഥം വരും. ഒറ്റ ഫർദ് പോലും പിന്നെ മുംകിനല്ല, മുഹാലാണ്, ഉണ്ടാവില്ല. പിന്നെ അതിന്റെ വിപരീതം ഔ അംകനത്, ഇംകാൻ ഉണ്ടാവുക. അത് വുജൂദിനുള്ള ഇംകാൻ. ഔ അംകനത്ത് അല്ലെങ്കിൽ ഇംകാൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ള ഇംകാനാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കൽ ലറൂറത്തില്ല, മുംകിന അമ്മ. അപ്പൊ ആദ്യം പറഞ്ഞു ഒറ്റ ഫർദ് ഉണ്ടാകൂല, മുഹാലാണ് എന്ന് പറഞ്ഞതിൽ നിന്നും ഉണ്ടാവാം എന്ന് വന്നല്ലോ. അപ്പൊ പരസ്പരം തഖാബുൽ വന്നല്ലോ. ഒന്നും കൂടെ വിശദീകരിക്കുന്നു. ഐ ലം യംതനി അഫ്റാദുഹു, അതിന്റെ മുഴുവൻ അഫ്റാദിനും ഇംതിനാ ഇല്ല, മുഴുവൻ അഫ്റാദും മുഹാലാണ് എന്നില്ല. നേരത്തെ പറഞ്ഞിട്ട് മുഴുവൻ അഫ്റാദും മുഹാലാണ് എന്നായിരുന്നു. അപ്പൊ മുഴുവൻ അഫ്റാദും മുഹാലാണ് എന്നില്ല. അപ്പൊ അതിന്റെ നേരെ വിപരീതം, മുഴുവനും കൂടി മുഹാലില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നത്? ചിലപ്പോ ഒന്ന് ഉണ്ടാവാം, ബാക്കിയുള്ളത് മുഹാലാവാം. അല്ലെങ്കിൽ ജമീ അഫ്റാദിനും ഇംകാന് വരാം. അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളിക്കും അൽ വാജിബ, വാജിബ് താലാനെ ഉൾക്കൊള്ളിക്കും. വാജിബായിട്ട് ഒന്നുണ്ട്, ഇനി വേറെ ഉണ്ടാവില്ല. അതുപോലെ ഒരു മുംകിൻ ഖാസിനെയും ഉൾക്കൊള്ളിക്കും. വാജിബല്ല, ഉണ്ടാവൽ ഇംകാനുള്ള പെട്ടതാണ്. അപ്പോ അത് അങ്ങനത്തെ ഒരു വസ്തു ആകെ ഒരു ഫർദേ ഉള്ളൂ, വേറൊന്നും ഇല്ലതാനും, അതും അതിൽ ഉൾപ്പെട്ടു. അത് ബാക്കിയുള്ളത് ഉണ്ടാകുന്നതിന് തടസ്സമല്ല. കിലൈഹിമ, ഈ രണ്ട് വകുപ്പിനെയും ഇത് ഉൾക്കൊള്ളിച്ചു. ഈ രണ്ടും അഫ്രാദ് മുഴുവൻ മുംതനിയാകുക എന്ന് പറഞ്ഞതിന്റെ വിപരീതങ്ങളാണ്. ഇംകാൻ ഉണ്ടാവുമ്പോൾ തന്നെ വസ്തു ഉണ്ടാവണം എന്നില്ല, വുഖൂ സംഭവിക്കണം എന്നില്ല. അത് വലം തൂജത്, പക്ഷെ ഉണ്ടായില്ല. അതിന് ഉദാഹരണം പറയുന്നതാണ് കൽ അങ്കായ്. അങ്കായ് ആന റാഞ്ചി പക്ഷി. ആനനെ പോലും ചെറിയ കോഴിക്കുഞ്ഞിനെ ഒരു കാക്കെടുത്തു കൊണ്ടുപോകും പോലെ വലിയ ആനനെയൊക്കെ കൊത്തിക്കൊണ്ടു പോവാൻ മാത്രം വലിപ്പമുള്ള ഒരു മഹാപക്ഷിയെ കുറിച്ച് ഉള്ള ഒരു സങ്കല്പാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നോ പണ്ട് കാലത്ത്? അതോ വംശനാശം സംഭവിച്ചതാണോ? അല്ല, തീരെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ വേറെ വിഷയം. ഇപ്പോ ഏതായാലും അങ്ങനെ ഒന്ന് ഇല്ലല്ലോ, ഉണ്ടാകുന്നതിന് തടസ്സവുമില്ലല്ലോ. അപ്പൊ അഫ്രാദ് മുഹാലല്ല, മുംകിനാണ്, എന്നാൽ മൗജൂദ് ആയിട്ടുമില്ല. പിന്നെ മസ്ലിൽ പറഞ്ഞിരുന്നത് വുജിദൽ വാഹിദ് ഫഖത്ത്, ഒന്ന് മാത്രം ഉണ്ടായി. ഒന്ന് മാത്രം ഉണ്ടാകുമ്പോൾ തന്നെ ഇനി മറ്റൊന്ന് ഉണ്ടാകുന്നത് മുഹാലൊന്നും അല്ല. അതിനുദാഹരണം ഖൗലുഹു മാ ഇംകാനിൽ ഗൈരി കശംസി. ഇപ്പോ ഷംസ് പറഞ്ഞാൽ കൗകബുൻ നഹാരിയുൻ യൻസഖു ളുഹൂറുഹു വുജൂദൽ ലൈലി, ഭൂമിയെ ഇരുട്ട് നീക്കി കളയും വിധത്തിൽ പ്രകാശിക്കുന്ന ഒരു പ്രത്യേക കൗകബ്. അത് ഇപ്പൊ നിലവിൽ ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ, ഒന്നേ ഉള്ളൂ. ഇനി വേറൊന്നും കൂടി ഉണ്ടെങ്കിൽ അതും ഷംസന്നല്ലേ? അപ്പൊ ഇതും ഷംസാണ്, അതും ഷംസാണ്. അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ലല്ലോ, അത് സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്നതല്ലേ. അപ്പൊ ഒന്നിലധികം ഷംസുകൾ വരും. പക്ഷെ ഇപ്പോൾ വുജൂദ് ഒന്നിന് മാത്രമേ ഉള്ളൂ, ഒന്നേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഇനി മറ്റൊന്നുണ്ടാവൽ ചിലപ്പോൾ മുഹാലാകും. അതും ഇതിന്റെ പരിധിയിൽപ്പെട്ട തന്നെയാണ്, ഈ ഇംകാന്റെ പരിധിയിൽപ്പെട്ട തന്നെയാണ്. അതാണ് മഫ്ഹൂമി വാജിബിൽ വുജൂദ്. വാജിബുൽ വുജൂദ് ഉള്ളവനായേ പറ്റൂ. അങ്ങനത്തെ ഒന്ന് കൂടെ മൗജൂദായിട്ട് ഒന്നേ ഉള്ളൂ, അതാണ് അല്ലാഹു. ഇനി വേറൊന്നുണ്ടാവൽ അസംഭവമാണ്. ഉണ്ടാവുകയാണെങ്കിലും ഇല്ലെങ്കിലും അങ്ങനത്തെ ആ സങ്കല്പിക്കപ്പെടുന്ന അതിനെക്കുറിച്ചൊക്കെ വാജിബുൽ വുജൂദ് എന്ന് പറയാൻ പറ്റും, അതിന് തടസ്സമില്ല. പക്ഷെ അത് വുജൂദ് വരുമോ ഇല്ലേ, അസംഭവമാണ്. രണ്ടാമത്തെ ഒന്ന് അസംഭവമാണ്, മുഹാലാണ്. ചിലപ്പോൾ കസീർ കൂടുതലാണ് ഉണ്ടാവാന്ന് പറഞ്ഞത്. കൂടുതൽ ഉണ്ടാകുമ്പോൾ ഒന്ന് മാത്രമല്ല, കൂടുതൽ ഉണ്ടാകുമ്പോ അത് പരിമിതമാവാം, അല്ലാതിരിക്കാം. ആ ഖൗലുഹു മഅ തനാഹി, അതിന് ഉദാഹരണം കൽ കവാകിബി അസ്സബ്ഉ സയ്യാറ, സബ്ഉ സയ്യാറയാകുന്ന കൗക്കബുകളെ പോലെ വേഗതയിൽ ഓടുന്ന ആ ഗ്രഹം,
അത് എത്ര ഉണ്ട്? സയ്യാറത്ത് ഉണ്ട്, മൗജൂദാണ്. ഒന്നല്ല, പലതുണ്ട്. പലത് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്, ഒന്നിലധികം ഉണ്ടല്ലോ. എത്ര? 7 എണ്ണം. സുഹൽ, മുസ്തരി, മിർരീഖ്, ഷംസ്, സുഹ്റത്ത്, ഉതാരിദ്, ഖമർ. ഈ 7 കൗക്കബ് ഗ്രഹങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ശനി, വ്യാഴം, മിർരീഖ് എന്ന് പറഞ്ഞാൽ ചൊവ്വ, ഷംസ് സൂര്യൻ, സുഹ്റത്ത് ശുക്രൻ, ഉതാരിദ് ബുധൻ, ഖമർ ചന്ദ്രൻ. പിന്നെ വേഗതയിലല്ലാതെ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ തന്നെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന അത്തരം അത് കുറെ ഉണ്ട്. ഈ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് 7 ഉള്ളൂ. അപ്പൊ അഫ്രാദുകളുണ്ട്, കുറെ ഉണ്ട്, പക്ഷെ പരിമിതമാണ്. അല്ലെങ്കിൽ പരിമിതമല്ലാതെ ഉണ്ടാവാം, നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയാത്തത്. ഖൗലുഹു ഔ മാഅദമിഹി. അതിന് ഉദാഹരണം പറയുന്നത് മാലൂമാത്തിൽ ബാരി, അള്ളാഹു തആലാന്റെ മാലൂമാത്ത്. അള്ളാഹുവിന് ഏതിനെല്ലാം കുറിച്ചറിയാം? പലതിനെ കുറിച്ചറിയാം. 1, 2 കണക്കുണ്ടോ? ഇല്ല. എത്ര? ഒരുപാട്. എത്രയാണ് ഒരുപാട്? അത് കണക്കില്ലാതെ അത്രയും. അൽ ബാരി അസ്സ്മു, ഓന്റെ ഇസ്മു അസീസ് ആയിരിക്കുന്നു. തബാറക ഇസ്മുഹു എന്നൊക്കെ പറയും പോലെ, തആല ജദ്ദുഹു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ മാലൂമാത്ത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധമാണ്. അതുപോലെ ഇതൊക്കെ പറയുന്നത് ഹുക്കമാഇന്റെ ആ റൂട്ട് കൂടിയാണ് ഇവരൊക്കെ സഞ്ചരിക്കുന്നത്. വകൻ നുഫൂസിൻ നാത്തിഖ, നഫ്സുൻ നാത്തിഖകളെ പോലെ. നഫ്സുൻ നാത്തിഖ എന്നിവർ പറയുന്നത് നമ്മൾ റൂഹ്, ആത്മാവ് എന്നൊക്കെ പറയലുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഇവർ നഫ്സുൻ നാത്തിഖ എന്ന് പറയുന്നത്. അത് അലാ മദ്ഹബിൽ ഹുക്കമായി, ഹുക്കമാഇന്റെ മദ്ഹബ് അനുസരിച്ച്. എത്ര ഉണ്ട് ഈ നഫ്സുൻ നാത്തിഖ? അത് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വിധം ധാരാളമുണ്ട് എന്നാണ്. അത് ഓരോരുത്തർ ജനിക്കുമ്പോഴും ഓരോ നഫ്സുൻ നാത്തിഖകൾ, റൂഹുകൾ അവരിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ജനിക്കുന്നതിന്റെയും മുമ്പേ നമ്മുടെ റൂഹ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഓരോ വിശ്വാസം. അത് ഹുക്കമാഇന്റെ കൂട്ടത്തിൽപ്പെട്ട ഈ മശായിങ്ങൾ, അറസ്താതാലിസിന്റെ ആളുകൾ, അരിസ്റ്റോട്ടലിന്റെ ആളുകൾ, അവരിലേക്ക് ചേർക്കപ്പെട്ടിട്ടാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. അവരാണ് ഈ ലോകം ഖദീമാണ് എന്നൊക്കെ വാദിക്കുന്നത്. ഇതിന്റെ അസല് ഖദീമാണ്. ഹുക്കമാഇന്റെ കൂട്ടത്തിലേക്ക് തന്നെ ഇശ്റാഖീങ്ങൾ എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം കുല്ലിയ എന്താണ്, ജുസ്ഇ എന്താണ്. ഈ കുല്ലിയെ, അതിന് അഫ്രാദുകൾ ഇവിടെ മൗജൂദാവണമെന്നോ മൗജൂദാവാൻ പറ്റണം എന്നൊന്നുമില്ല. അതിന്റെ മാന പരിഗണിച്ചുകൊണ്ട് പലതിന് പറയാൻ പറ്റിയാൽ മാത്രം മതി. അങ്ങനെ ഏത് 2 കുല്ലിയ എടുത്താലും ഈ കുല്ലിയകൾ പരസ്പരമുള്ള ബന്ധം എന്തായിരിക്കും? 4 ഒരു ബന്ധമായിരിക്കും. അതാണ് അർത്ഥമാക്കുന്നത്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. അൽ കുല്ലിയാനി, 2 കുല്ലികൾ. ഇൻ തഫാറഖ, ആ 2 കുല്ലികൾ വേർപിരിഞ്ഞാൽ, കുല്ലിയൻ പൂർണ്ണമായും വേർപിരിഞ്ഞാൽ, ഇതൊന്നും അതല്ല, അതൊന്നും ഇതും അല്ല, ഈ വിധത്തിൽ വേർപിരിഞ്ഞാൽ മുതബായിനാനി, ആ 2 കുല്ലികൾക്ക് മുതബായിനായ കുല്ലികൾ എന്ന് പറയും. അവിടെ തബായിന് കുല്ലിയാണ് പരസ്പരം ബന്ധം. ഇപ്പൊ കല്ലൊന്നും മരല്ല, മരൊന്നും കല്ലും അല്ല. ഇത് മുതബായിനായ 2 കുല്ലികളാണ്. ഇൻസാൻ ഒന്നും ഫർസല്ല, ഫർസൊന്നും ഇൻസാനല്ല. ഓ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ അപ്പൊ പൂർണ്ണമായും അവർ വേർപിരിയുന്നില്ല. അപ്പൊ നോക്കണം, ഫഇൻ തസാദഖ, 2 പരസ്പരം പറയാൻ പറ്റുമെങ്കിൽ, കുല്ലിയൻ കുല്ലിയായി പറയാൻ പറ്റുമെങ്കിൽ, ഇതെല്ലാം അതാണ്, അതെല്ലാം ഇതാണ് എന്ന് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാൻ പറ്റുമെങ്കിൽ, മിനൽ ജാനിബൈനി, 2 ജാനിബെന്നും പറയാൻ പറ്റുമെങ്കിൽ, മുത്തസാവിയാനി, ആ 2 കുല്ലിയകൾക്ക് മുത്തസാവിയാനി എന്നാണ് പറയാ. തസാവി കുല്ലിയ. അപ്പൊ ഇൻസാൻ എല്ലാം നാത്തിഖാണ്, നാത്തിഖെല്ലാം ഇൻസാനുമാണ്. ഇങ്ങനെ വരും. മുസ്ലിം എല്ലാം മുഅ്മിനാണ്, മുഅ്മിൻ എന്നാരെ പറ്റി പറയാൻ പറ്റും, ഓരൊക്കെ മുസ്ലിമും എന്ന് പറയാം.
വനഖീലാഹുമ, ഇതിന്റെ രണ്ട് നഖീലകൾ. ഏത്? ഈ രണ്ടാമത് പറഞ്ഞ മുത്തസാവിയാനിന്റെ നഖീല, അതും കദാലിക അപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ മുത്തസാവികൾ ആയിരിക്കും. അപ്പോ മുഅ്മിനല്ലാത്ത ലാ മുഅ്മിൻ, മുസ്ലിമിന്റെ നഖീല ലാ മുസ്ലിം, അവ പരസ്പരം എടുത്താലും ഇതുപോലെയാണ്. ലാ മുഅ്മിൻ എല്ലാം ലാ മുസ്ലിമാണ്, ലാ മുസ്ലിം എല്ലാം ലാ മുഅ്മിനാണ്. എന്ന് പറഞ്ഞാൽ മുഅ്മിൻ അല്ലാത്തവരൊക്കെ മുസ്ലിമും അല്ലാത്തവരാണ്, മുസ്ലിം അല്ലാത്തവരൊക്കെ മുഅ്മിനും അല്ലാത്തവരാണ്. ലാ നാത്തിഖ് ലാ ഇൻസാൻ, നാത്തിഖ് അല്ലാത്തവർക്ക് ഇൻസാനും അല്ലാത്തതാണ്, ഇൻസാൻ അല്ലാത്തവർക്ക് നാത്തിഖും അല്ലാത്തതാണ്. അതിന് ഓരോന്നിന്റെയും വിപരീതങ്ങൾ എടുത്താലും പരസ്പരം ഇതുപോലെ മുത്തസാവിയാനിയായിരിക്കും. ഇതെല്ലാം അതാണ്, അതെല്ലാം ഇതുമാണ്, തിരിച്ചും മറിച്ചും പറയാൻ, കുല്ലിയായി പറയാൻ തന്നെ പറ്റും. ഇനി അവിടെ രണ്ടാമതൊരു കോലുണ്ട്, അതാണ് മിൻ ജാനിബിൻ വാഹിദിൻ, ഒരു ജാനിബിൽ നിന്ന് കുല്ലിയായി പറയാൻ പറ്റും. പൂർണ്ണമായും വേർപിരിഞ്ഞതല്ല. രണ്ട് ജാനിബിന്നും കൂടി കുല്ലിയായിട്ട് പറയാൻ പറ്റൂല. ഒരു ജാനിബിൽ നിന്ന് മാത്രം കുല്ലിയായി പറയാൻ പറ്റും, മറ്റേ ജാനിബിൽ നിന്ന് കുല്ലിയായി പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഫഅഅമ്മു വഅഖസ്സു മുത്ലഖൻ, ഇത് അഅം അഖസ് മുത്ലഖാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആമ്മു ആണ്, അത് നിരുപാധികം ആം തന്നെ. ഒന്ന് അഖസ്സാണ്, അത് നിരുപാധികം അഖസ് തന്നെ. അഖസ് എപ്പോഴും അഖസ് തന്നെ, അഅം എപ്പോഴും ആം തന്നെ. അഖസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടാതെ പോകുമ്പോൾ അത് അഖസ്സായി, ഇതിൽ ഉൾപ്പെടാത്തത് മറ്റൊന്നിൽ ഉൾപ്പെടുമ്പോൾ അത് ആമുമായി. അതിന് സാധാരണ പറയുന്ന ഉദാഹരണമാണ് ഹയവാനും ഇൻസാനും. ഇൻസാനിൽ ഉൾപ്പെടാത്ത ഫർസ് പോലത്തത് ഹയവാനിൽ ഉൾപ്പെടുന്നുണ്ട്, അപ്പൊ ഹയവാൻ ആമ. ഹയവാനിൽ ഉൾപ്പെടുന്ന ആ ഫർസ് പോലത്തത് ഇൻസാനിൽ ഉൾപ്പെടുന്നില്ല, എന്നാ ഈ ഇൻസാനും ഹയവാന്റെ ഭാഗം തന്നെയാണ്, അപ്പൊ ഇൻസാൻ അവിടെ അഖസ്സു. അപ്പൊ ഒന്ന് ആമു ആണ്, ഒന്ന് അഖസ്സു ആണ്. അതിന്റെ നഖീല, ഹയവാന്റെ നഖീല ലാ ഹയവാന്, ഇൻസാന്റെ നഖീല ലാ ഇൻസാൻ. ഇവ പരസ്പരമുള്ള ബന്ധം എന്തായിരിക്കും? അത് ബിൽ അക്സി, നേരെ മറിച്ചായിരിക്കും. നേരെ മറിച്ചായിരിക്കും എന്ന് പറഞ്ഞാല് ആമ്മ അഖസ് മുത്ലഖന്നെ, അതിൽ മാറ്റില്ല. പക്ഷെ ആദ്യം ആമ്മ ആയിരുന്ന ഭാഗം അഖസ്സും ആദ്യം അഖസ്സായിരുന്ന ഭാഗം അഅമ്മുമാകും. ഇപ്പോ ഹയവാനും ഇൻസാനും, ഹയവാനാണല്ലോ ആമ്മ്, ഇൻസാൻ അഖസ്സു ആണല്ലോ. എന്നാ അത് നഖീലാക്കി കഴിഞ്ഞാൽ ആ ഹയവാന്റെ നഖീലയാകുന്ന ലാ ഹയവാൻ അത് അഖസ്സാകും, ഇൻസാന്റെ നഖീലയാകുന്ന ലാ ഇൻസാൻ ആമ്മാകും. ഹയവാൻ ഇൻസാൻ എന്ന് മാത്രം നോക്കുമ്പോ ഹയവാനാണ് വിശാലത കൂടുതലുള്ളത്, ഇൻസാൻ ഉൾപ്പെടാത്ത ഹയവാൻ ഉൾപ്പെടുന്നുണ്ട്. ഇനി നഖീലകളാക്കി കഴിഞ്ഞാൽ നേരെ മറിച്ചാണ്, ഹയവാന്റെ ആ ഭാഗം ലാ ഹയവാൻ എന്ന് പറയുന്നത് ചെറുതാവുകയാണ്. കാരണം ഹയവാൻ അല്ലെങ്കിൽ അത് ഇൻസാൻ ഏതായാലും ആവൂല. ലാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അത് വലുതാവുക. ഇൻസാൻ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഫറസൊക്കെ പൊട്ടു, എന്നാൽ ഹയവാൻ അല്ലാത്തത് എന്ന് പറഞ്ഞാല് ഫറസൊന്നും പൊടൂല. ഫറസൊക്കെ ഹയവാനിൽപ്പെട്ട തന്നെയാണ്. അപ്പൊ ലാ ഹയവാൻ എന്ന് പറയുമ്പോ അത് ചെറുതാവാണ്, ലാ ഇൻസാൻ എന്ന് പറയുമ്പോ താരതമ്യേന വലുതാവുകയാണ്. വിശാലമായ ഹയവാനിലെ ചെറിയൊരു ഭാഗം മാത്രമേ ഇൻസാനുള്ളൂ, അത് അല്ല എന്ന് പറഞ്ഞാൽ കുറെ ബാക്കിയുണ്ടാവും. അതേ സമയത്ത് വിശാലമായ ഒരു ഹയവാന് അത് അല്ലാത്തത് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞ ഒരു ജാനിബിന്ന് കുല്ലിയായി സാധിക്കാവുന്ന അവസ്ഥ വരുമ്പോഴാണ്. ഇനി വൈല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞ കുല്ലിയായുള്ള തസാദുക്ക് തീരെയില്ല. അന്ന് ആദ്യം പറഞ്ഞ പൂർണ്ണമായും വേർപിരിഞ്ഞുകൊണ്ടാണോ? അല്ല, താനും തമ്മിൽ തവാഫുക്ക് ഉണ്ട്, യോജിക്കുന്നുണ്ട്, പക്ഷെ കുല്ലിയായില്ല. അങ്ങനെ വന്നാൽ മിംബജിഹിൻ, ഇത് അമഹസ് മിംബജിഹാണ്, മുത്തലക്കല്ല. മിംബജി എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക്, അങ്ങനെയുള്ള അർത്ഥം പറഞ്ഞില്ലേ. അപ്പൊ ആമാണ്, അഹസ് അഹസുമാണ് ഒരു നിലക്ക്. അപ്പോ മറ്റൊരു നിലക്ക് ചിന്തിച്ചാൽ ഈ ആമ്മ അഹസു ആവും, അഹസ് ആമ്മാവും. ആ ഒരവസ്ഥയാണ് ആമ്മ അഹസ് മിംബജിഹിയിലുള്ളത്. അതിനാണ് ഉദാഹരണം ഹയവാൻ അബിയൽ ഉദാഹരണം പറയുന്നത്.
ഹൈവാനൊന്നും അബിയല്ല, അബിയൊന്നും ഹൈവാനല്ല എന്ന് ആദ്യം പറഞ്ഞ ആ തഫാറുക്ക് ഇവിടെ ഇല്ല. കാരണം രണ്ടും കൂടിയും ആണ് അങ്ങനെ യോജിക്കുന്ന പലതും ഉണ്ട്. ഹൈവാനും ആണ് അബിയലും ആണ് ഇപ്പൊ കൊക്ക്. അപ്പൊ സാലിബായിട്ട് ഒന്നും അതല്ല അതൊന്നും ഇതല്ല എന്ന് പറയാൻ പറ്റില്ല. പരസ്പരം തസാദുക്കാവുന്നുണ്ട്. പക്ഷെ കുല്ലിയായി തസാദുക്കാവുന്നുണ്ടോ എന്നാണ്. കുല്ലിയായി തസാദുക്കാവുന്നില്ല. അത് മുത്തസാബിയാന്റെ അർത്ഥം മാതിരി രണ്ട് ജാനിബൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ആമഹസ് മുത്തലഖിനോടുള്ള മാതിരി ഒരു ജാനിബെന്തെങ്കിലും അതുപോലും ഇല്ല. ഹൈവാനെല്ലാം അബിയലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹൈവാന്റെ കൂട്ടത്തിൽപ്പെട്ട ആന അബിയല്ല. അബിയവെല്ലാം ഹൈവാനാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം അബിയവിന്റെ കൂട്ടത്തിൽപ്പെട്ട വൈറ്റ് ബോർഡ്, വെള്ള ബോർഡ്, അത് അല്ലെങ്കിൽ വെള്ള പെയിന്റ് അടിച്ച ചുമര്, അതൊന്നും ഇപ്പൊ ഹൈവാനല്ലല്ലോ. എന്നാ രണ്ടും കൂടിയും ആണ്. അതിന് നാം ഉദാഹരണം പറഞ്ഞ കൊക്ക് ഹൈവാനും ആണ് അബിയവും ആണ്. അവിടെ ഏതാണ് ആം, ഏതാണ് അഹസ്? ഒരു നിലക്ക് ആം ഹൈവാൻ ആമ. കാരണം അബിയവിൽ പെടാത്ത ആന പോലത്തത് ഹൈവാനിൽ പെടുന്നുണ്ട് എന്ന നിലക്ക് ഹൈവാൻ ആമാണ്. അപ്പൊ ആ നിലക്ക് അബിയവ് ഖാസാണ്. ഇനി നേരെ മൊത്തം പറയാം, അബിയവാണ് ആമ. കാരണം ഹൈവാനാകുന്ന അബിയവ് ആമാകും. കാരണം വെള്ള മതില്, ചുമര്, വൈറ്റ് വാഷ് ചെയ്ത് മതില്, അത് അബിയവാണല്ലോ. പക്ഷെ ഹൈവാനല്ലല്ലോ. അപ്പൊ ഹൈവാനിൽ പെടാത്ത ആ വെള്ള ചുമര് അല്ലെങ്കിൽ വെള്ള പേപ്പറ് അത് അബിയവിൽ പെടുന്നുണ്ട്. അപ്പൊ അബിയവ് ആമായി. ആ നിലക്ക് ഹൈവാൻ അഹസ്വായി. അപ്പൊ ഒരു നിലക്ക് അതിൽ ഉൾപ്പെടാത്ത ഇതിൽ ഉൾപ്പെടുന്നു, ഇതിൽ ഉൾപ്പെടാത്ത ചിലത് അതിലും ഉൾപ്പെടുന്നു. ഈ ഒരു അവസ്ഥ വരുന്നു. അതാണ് ഇപ്പൊ അഹസ് മിൻബദി. അതിന്റെ നഖീലകൾ എന്തായിരിക്കും? ഹൈവാന്റെ നഖീല ലാ ഹൈവാനും അബിയലിന്റെ നഖീല ലാ അബിയലും. ഇങ്ങനെ എടുത്താൽ എന്തായിരിക്കും? ചില സ്ഥലങ്ങളിൽ മുത്തബായിനാനി ആയിരിക്കും, വേറെ ചില സ്ഥലങ്ങളിൽ ആമഹസ് മിൻബദിഹൻ ആയിരിക്കും. അപ്പോ ആമഹസ് മിൻബദി ആണെങ്കിലും ചിലത് അല്ല എന്ന് പറയാൻ പറ്റും. മുത്തബായിനാനി ആണെങ്കിൽ ഒന്നും അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ വബൈന നഖീലൈഹിമ, ഈ ആമഹസ് മിൻബദിഹുകളുടെ നഖീലുകൾക്കിടയില് തബായുനുണ്ട്, എതിരുണ്ട്. എതിര് തബായുനാകുന്നത് കുല്ലിയാണോ? അത് കുല്ലിയാകുന്ന സ്ഥലമുണ്ട്, ജുസ്ഇയാകുന്ന സ്ഥലമുണ്ട്. ജുസ്ഇ ഏതായാലുണ്ട്, തബായുനും ജുസ്ഇയും. തബായുനും ജുസ്ഇ ഏതായാലുണ്ട്. ഇത് അതല്ല, അത് ഇതല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അത് 100% സാലിബ കുല്ലി കൊണ്ട് പറയാൻ പറ്റോ? പറ്റാം, പറ്റാതിരിക്കാം. കൽ മുത്തബായിനൈനി, മുത്തബായിനൈനിന്റെ നഖീലകൾ പോലെ. അന്ന് ആദ്യം പറഞ്ഞ മുത്തബായിനൈനി ഇൻസാനും ഫറസും, അങ്ങനത്തെ മുത്തബായിനിന്റെ നഖീല എടുത്താൽ ചില മുത്തബായിനിന്റെ നഖീല ആമഹസ് മിൻബദി ആയിരിക്കും, ചില മുത്തബായിനിന്റെ നഖീല മുത്തബായിനൈനി തന്നെ ആയിരിക്കും. ഇനി ഇത്രയും ഭാഗം ശർഹ് സ്വയം ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മക്ക് തൗഫീഖ് ചെയ്യട്ടെ.